കേരളത്തിന്റെ വിദ്യാഭ്യാസ സംവിധാനം മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഒരു PSC പരീക്ഷയ്ക്കായി ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച്, എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കോണ്ടന്റ് ക്രിയേഷൻ വരെ മാറ്റിവെച്ച് ഈ ഒരു PSC LP UP എക്സാമിനായി തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ഒരാളെന്ന നിലയിൽ ഇപ്പോൾ നടക്കുന്ന PSC ഇഷ്യൂസുമായി ബന്ധപ്പെട്ട് സംസാരിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഒരു ചോദ്യം എന്നെ അലട്ടിക്കൊണ്ടേയിരിക്കുന്നു. എത്ര പ്രയത്നിച്ചാലാണ് ഒരു ജോലി കിട്ടുമെന്ന് ഉറപ്പുണ്ടാവുക? 1ാം റാങ്ക് ലഭിച്ചാൽ ജോലി കിട്ടുമോ? ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ജീവൻ വില കൊടുത്ത് സമരം ചെയ്യുന്ന ഒരുപാട് ആളുകളെ നാം കാണുന്നുണ്ട്. എനിക്ക് നിങ്ങളെ ഓർത്ത് ഒരുപാട് സങ്കടമുണ്ട്. പക്ഷേ ഇനി ഒരു അധ്യാപകർക്കും ഈ ഒരു ഗതി ഉണ്ടാവരുത്. വി ഡോണ്ട് ഡിസേർവ് ദിസ്. അതിനായിട്ട് പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചേ മതിയാകും. ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപികയുടെ കഴിവ് നിശ്ചയിക്കുന്നത് എഴുത്ത് പരീക്ഷകളല്ല. ഐറണി എന്താണെന്ന് വെച്ചാൽ, ടീച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രൊഫഷണൽ കോഴ്സും കംപ്ലീറ്റ് ചെയ്ത് കേറ്ററ്റ് പോലുള്ള അഡീഷണൽ യോഗ്യതയും വെച്ചുകൊണ്ടായിരിക്കും നമ്മൾ ഈ എക്സാമുകൾക്ക് അപ്ലൈ ചെയ്യുന്നത്. ആൻഡ് ദോസ് 100 ക്വസ്റ്റ്യൻസ് ആർ ടെസ്റ്റിംഗ് ഓർ ജഡ്ജിങ് നമ്മുടെ കഴിവ് അല്ലെങ്കിൽ നമ്മുടെ അറിവ്. ടീച്ചിങ് ഒരു സ്കില്ലാണ്. അതിൻ്റെ മാനദണ്ഡം 100-ൽ 100 അല്ല. പിന്നെ എപ്പോഴാണ് 100-ൽ 100 എന്ന ഒറ്റ മാനദണ്ഡത്തിലേക്ക് അത് ചുരുങ്ങിപ്പോയത്? നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം അങ്ങനെയാണ്. LP UP ടീച്ചർ ആവണോ? PSC ക്രാക്ക് ചെയ്തേ പറ്റൂ? സീരിയസ്ലി? ബട്ട് ഐ വിൽ സേ ഇറ്റ്സ് ടൈം ടു ചേഞ്ച്. ഇന്റർവ്യൂസിനും എക്സാമിനും ഒക്കെ 20 മുതൽ 30% പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് 70% പ്രയോറിറ്റി അവൻ്റെ ടീച്ചിങ് സ്കിൽസ് അനലൈസ് ചെയ്യാനായിട്ട് നമുക്ക് കൊടുക്കാം. ക്രിറ്റിസിസം, ഡെമോൺസ്ട്രേഷൻ ക്ലാസ്സുകൾ തുടങ്ങിയ പ്രാക്ടിക്കൽ രീതികൾ നമുക്ക് തിരഞ്ഞെടുക്കാം. ജസ്റ്റ് ഗീവ് ഇമ്പോർട്ടൻസ് ടു പ്രാക്ടിക്കൽസ്. ശ്രദ്ധിക്കുക, അറിവ് വളർന്നുകൊണ്ടേയിരിക്കും. അധ്യാപകർ ഒരിക്കലും പഠനം നിർത്തുന്നില്ല. ഒരു അധ്യാപകൻ എന്നതിലുപരി സഹപഠിതാവ് എന്നാണ് നമ്മളിപ്പോൾ അറിയപ്പെടുന്നത്. എക്സാം എഴുതുന്ന ഒരു ഒറ്റ വർഷത്തെ കഴിവ് മാത്രമേ അളക്കാൻ സാധിക്കൂ. അത് കഴിഞ്ഞും അറിവ് നേടാനും അറിവ് പകരാനും ഒരുവനെ പ്രാപ്തനാക്കുന്നത് അവൻ്റെ ടീച്ചിങ് സ്കിൽസാണ്. കർത്താവ് പറഞ്ഞ പോലെ കുളി കഴിഞ്ഞവൻ്റെ പാദങ്ങൾ മാത്രമേ കഴുകേണ്ടതുള്ളൂ. ഒരു പ്രൊഫഷണൽ കോഴ്സ് പാസ്സായി വിത്ത് ഇൻറ്റേൺഷിപ്പാണ്, അതും പാസ്സായി നിൽക്കുന്ന ഒരാൾക്ക് പഠിപ്പിക്കാൻ കഴിവുണ്ടോ എന്ന് മാത്രം ടെസ്റ്റ് ചെയ്താൽ പോരെ. അപ്പോൾ അർഹതപ്പെട്ട ആളുകൾക്ക് ജോലി കിട്ടും. എല്ലാ സ്കൂളിലും ഒരുപോലെ കുട്ടികളുണ്ടാവും, വേക്കൻസീസ് ഉണ്ടാവും, ജോലി കിട്ടും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും വിദ്യാഭ്യാസ മന്ത്രിയുടെയും പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെയും PSCയുടെയും അധ്യാപക വിദഗ്ധരുടെയും അധ്യാപക സംഘടനകളുടെയും അധ്യാപക പരിശീലന സ്ഥാപനങ്ങളുടെയും രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും മുമ്പിലേക്ക് ഞാൻ ഒരു പുതിയ വിദ്യാഭ്യാസ പരിഷ്കാര നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നു. 1. അധ്യാപക നിയമനത്തിൽ പ്രാക്ടിക്കൽസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുക. 2. യോഗ്യരായ അധ്യാപകരെ തിരഞ്ഞെടുക്കുക എന്നതുപോലെ തന്നെ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇതെല്ലാം ഓർഗനൈസ് ചെയ്യാൻ ഒരു എഫിഷ്യൻറ്റ് എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ടാവുക എന്നുള്ളത്. ഒരു എഫിഷ്യൻറ്റ് എഡ്യൂക്കേഷൻ ബോർഡ് ഉണ്ടാവുക എന്നുള്ളത്. ആ ബോർഡിലെ അംഗങ്ങൾ റിട്ടയർഡ് അധ്യാപകർ, വിദ്യാഭ്യാസ വിദഗ്ധർ, മറ്റനുബന്ധ ഓഫീസർമാർ ആരുമായിക്കൊള്ളട്ടെ. ആ ഒരു ഉത്തരവാദിത്തം നിറവേറ്റുവാൻ ഇവിടെ കഴിവുള്ള ഒരുപാട് ഓഫീസർമാരുണ്ട്. നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ സെക്രട്ടറി ഡോക്ടർ വാസുകി മാമിനെയൊക്കെ വളരെ പ്രതീക്ഷയോടെയാണ് ഞാൻ നോക്കിക്കാണുന്നത്. മാമിൻ്റെയും മറ്റ് അനുബന്ധ ഓഫീസേഴ്സിൻ്റെയും നേതൃത്വത്തിൽ ഇത് നിലവിൽ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. 3. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എല്ലാ സ്കൂളുകളും ഒരു ഏകീകൃത വിദ്യാഭ്യാസ ഭരണ സംവിധാനത്തിൻ്റെ കീഴിൽ വരിക എന്നുള്ളത്. അതിന് ഒരേ ഒരു പേര്, വിദ്യാലയം. അതിന് മുന്നിലൊന്നുമില്ല, പുറകിലൊന്നുമില്ല. വിദ്യാലയം, സ്കൂൾ. അധ്യാപക നിയമന മാനദണ്ഡം 1, നിയമങ്ങൾ 1, പഠന രീതികൾ 1. എല്ലാവർക്കും തുല്യ അവസരം, തുല്യ വിദ്യാഭ്യാസം. കാശുള്ളവൻ, പിടിയുള്ളവൻ, ബന്ധങ്ങളുള്ളവൻ, നത്തിങ്. ഒരേ ഒരു മാനദണ്ഡം, പഠിപ്പിക്കാൻ കഴിവുള്ള അധ്യാപകർ. ജാതിയില്ല, മതമില്ല, മതവറിയില്ല, അടിമത്തമില്ല, ഒന്നുമില്ല. ഒരേ ഒരു ജാതി, മനുഷ്യജാതി, നമ്മുടെ മക്കൾ. എല്ലാ കുഞ്ഞുങ്ങൾക്കും നിലവാരമുള്ള വിദ്യാഭ്യാസം. അതിന് ഒരേ ഒരു വഴിയേ ഉള്ളൂ, നിലവാരമുള്ള അധ്യാപകർ ഉണ്ടാവുക എന്നുള്ളത്. നോ ഷോർട്ട് കട്ട്സ്. ഇറങ്ങി പ്രവർത്തിച്ചേ മതിയാകൂ. ഞാൻ റെഡിയാണ്. നിങ്ങളിൽ ആരൊക്കെ റെഡിയാണ്? ഒരു മാറ്റം അത് അനിവാര്യമാണ്. ഒരു പ്രത്യേക സ്കൂൾ തേടിപ്പോകേണ്ട ആവശ്യം ഇനി ആർക്കും ഉണ്ടാവരുത്. കേരളത്തിലെ ഓരോ വിദ്യാലയവും നമ്പർ 1 ആയിരിക്കണം. ഫിൻലാൻഡ്, ജപ്പാൻ, സൗത്ത് കൊറിയ പോലെ വിദ്യാഭ്യാസ മാതൃകൾക്ക് മുന്നിട്ട് നിൽക്കുന്ന രാജ്യങ്ങൾക്കൊപ്പം കേരളം എന്ന ചെറിയ സംസ്ഥാനത്തിൻ്റെ പേരും ഇനി മുഴങ്ങി കേൾക്കണം. പേരിന് വേണ്ടി നടത്തുന്ന ഈ എഴുത്തു പരീക്ഷകൾ നമുക്ക് ബഹിഷ്കരിക്കാം. ഒന്നോർക്കൂ, നിങ്ങളുടെ കുട്ടികളുടെ ഭാവി യഥാർത്ഥ അധ്യാപകരുടെ കൈകളിലാണോ? എൻ്റെ കയ്യിലെത്തിയാൽ എനിക്ക് ഉറപ്പ് തരാൻ സാധിക്കും, നിങ്ങളുടെ കുട്ടികളുടെ ഭാവി എൻ്റെ കൈകളിൽ സുരക്ഷിതമായിരിക്കും. പക്ഷേ ഞാൻ ഒരാൾ വിചാരിച്ചാൽ എല്ലാ കുട്ടികളെയും രക്ഷിക്കാൻ പറ്റില്ല. അതിന് നമ്മൾ ഓരോരുത്തരും വിചാരിക്കണം. അർഹതയുള്ള കരങ്ങളിൽ ഈ നിർദ്ദേശം അല്ലെങ്കിൽ ഈ വിദ്യാഭ്യാസ പരിഷ്കാര നിർദ്ദേശം എത്തുന്നത് വരെ ഈ വീഡിയോ ഷെയർ ചെയ്യുക, മെൻഷൻ ചെയ്യുക. ആരെ മെൻഷൻ ചെയ്താൽ ഇതിനെല്ലാം മാറ്റമുണ്ടാകുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ അവരെ മെൻഷൻ ചെയ്യുക, അവർക്ക് ഇത് അയച്ചു കൊടുക്കുക. ലെറ്റ്സ് സേവ് കേരളാസ് ഫ്യൂച്ചർ. നമ്മളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം ആരുടെയും കഴിവുകേടാകരുത്. അത് ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന ഒന്നായിരിക്കണം. അതിനായിട്ട് ഒന്നിച്ച് കൈകോർക്കാം. നന്ദി.